പാകിസ്ഥാനിൽ നിന്നും ബുള്ളറ്റുകൾ വന്നാൽ തിരിച്ച് ഷെല്ലുകളായിരിക്കണം നാം അയക്കേണ്ടതെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നത്. ഒരു വിട്ടുവീഴ്ചയും ഇക്കാര്യത്തിൽ സൈന്യം ചെയ്യേണ്ടതില്ല. ഇനിയൊരു പ്രകോപനമുണ്ടായാൽ അത് യുദ്ധ പ്രഖ്യാപനമായി തന്നെ ആയിരിക്കും നോക്കിക്കാണുന്നത്. സൈന്യത്തിന് പൂർണ്ണ അധികാരം നൽകിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ത്യക്കെതിരെ ആക്രമണം അഴിച്ചുവിടുന്ന പാകിസ്ഥാന് വൻ തിരിച്ചടിയാണ് അങ്ങനെ പടിഞ്ഞാറേ ഭാഗത്തുള്ള ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ വിമോചന സംഘത്തിലെ പോരാളികളുടെ പോരാട്ടം. ഇപ്പോൾ പാകിസ്ഥാൻ തീവ്രവാദം അവസാനിപ്പിക്കാൻ ഇന്ത്യ ഉൾപ്പെടെയുള്ള ലോകരാഷ്ട്രങ്ങളുടെ പിന്തുണ തേടിയിരിക്കുന്നു ബലൂച്ച് ലിബറേഷൻ ആർമി. ഭീകരതയുടെ വിളനിലമായി പാകിസ്ഥാൻ മാറുന്നുവെന്നും അതിനെ തച്ചു തകർക്കണമെന്നുമാണ് BLA ആവശ്യപ്പെട്ടിരിക്കുന്നത്. പാകിസ്ഥാൻ സൈന്യത്തിനെതിരെ തന്നെ അതിരൂക്ഷമായ ആക്രമണം തങ്ങൾ അഴിച്ചുവിട്ട് കഴിഞ്ഞുവെന്നാണ് ബലൂച്ച് ലിബറേഷൻ ആർമി വാർത്താക്കുറിപ്പ് ഇറക്കി പ്രസ്താവനയിലൂടെ അവകാശപ്പെട്ടിരിക്കുന്നത്. പാകിസ്ഥാൻ സൈന്യത്തെയും രഹസ്യാന്വേഷണ വിഭാഗത്തെയും ലക്ഷ്യമിട്ടുകൊണ്ട് ബലൂചിസ്ഥാനിലെ 51 ഇടങ്ങളിൽ 71ഓളം ഏകോപിത ആക്രമണങ്ങൾ തങ്ങൾ നടത്തിയെന്നാണ് BLA അവകാശവാദം. ഈ ആക്രമണങ്ങളുടെ ലക്ഷ്യം ശത്രുവിനെ നശിപ്പിക്കുക എന്നത് മാത്രമല്ല, ഭാവിയിലെ സംഘടിത യുദ്ധത്തിനുള്ള ഒരു വലിയ തയ്യാറെടുപ്പ് ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഏകോപനമായും ഗ്രൗണ്ട് കൺട്രോളായും പ്രതിരോധ നിലപാടുകൾ എന്നിവ ഒക്കെ തന്നെ പരീക്ഷിക്കുക എന്നതുകൂടിയായിരുന്നുവെന്നും BLA വ്യക്തമാക്കി. ഇന്ത്യ പാക് യുദ്ധം അത് സംഭവിക്കില്ല, വെടിനിർത്തൽ കരാറിലൂടെ ഒരു സമാധാന ചർച്ചയിലൂടെ മുന്നോട്ട് പോകുമെന്ന സൂചന കിട്ടുമ്പോഴാണ് പാകിസ്ഥാനുള്ളിൽ ഉറപ്പായും ഒരു യുദ്ധമുണ്ടാകുമെന്ന് വ്യക്തമായ സൂചന BLA നൽകുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ പാകിസ്ഥാൻ എന്ന അധമരാജ്യം മൂക്കുംകുത്തി താഴെ വീഴുമെന്ന കാര്യത്തിൽ സംശയമില്ല. ദക്ഷിണേഷ്യയിൽ തന്നെ പുതിയൊരു ലോകക്രമം അനിവാര്യമായി മാറിയിരിക്കുന്നുവെന്നാണ് വാർത്താക്കുറിപ്പിലൂടെ BLA പറയുന്നത്. ഒരു പ്രാദേശിക മാറ്റത്തെക്കുറിച്ചും BLA മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എല്ലാവരും തയ്യാറായി ഇരുന്നുകൊള്ളൂ എന്ന് തന്നെയാണ് സൂചന. എന്നാൽ BLA എന്ന് പറയുന്നത് ഒരു വിദേശ പ്രോക്സി എന്നുള്ള ആരോപണം നേരത്തെ തന്നെ ഉയർത്തിയിരുന്നു. മറ്റാർക്കോ വേണ്ടി പടപൊരുതുന്നവർ എന്നുള്ള ആരോപണങ്ങളെ ഒക്കെ തന്നെ പൂർണ്ണമായും അവർ തള്ളിക്കളഞ്ഞിരിക്കുന്നു. തങ്ങൾ പ്രദേശത്തെ നിർണായകമായ ഒരു പാർട്ടിയായി തന്നെയാണ് സ്വയം വിശേഷിപ്പിച്ചിരിക്കുന്നത്. ലഷ്കർ ഇ തയ്ബ, ജെയ്ഷെ മുഹമ്മദ്, ISIS തുടങ്ങിയ ഭീകര സംഘടനകളുടെ ബ്രീഡിംഗ് ഗ്രൗണ്ടായി പാകിസ്ഥാൻ മാറിയിരിക്കുന്നുവെന്നും BLA ആരോപിക്കുന്നു. അതുകൊണ്ട് തന്നെ പാകിസ്ഥാന്റെ സൈനിക രഹസ്യാന്വേഷണ സ്ഥാപനമായിട്ടുള്ള ISI ഭീകരതയുടെ പ്രജനന കേന്ദ്രമാണെന്നും അക്രമാസക്തമായിട്ടുള്ള ഒരു പ്രത്യയശാസ്ത്രമുള്ള ഒരാണവ രാഷ്ട്രമായി പാകിസ്ഥാൻ മാറിയിരിക്കുന്നുവെന്നും BLA ആരോപിക്കുന്നുണ്ട്. വളരെ ശ്രദ്ധയോടുകൂടി പാകിസ്ഥാനെ കൈകാര്യം ചെയ്യുമെന്നും BLA തന്നെ വ്യക്തമാക്കുന്നു. പാകിസ്ഥാൻ കൈകളിൽ രക്തം പുരണ്ട രാഷ്ട്രമാണെന്നും എല്ലാ വാഗ്ദാനങ്ങളിലും ആ രക്തത്തിൽ മുങ്ങിക്കളഞ്ഞുവെന്നും പ്രസ്താവനയിലൂടെ ശക്തമായി തന്നെ വിമർശിക്കുന്നു. പാകിസ്ഥാൻ പറയുന്ന സമാധാനം, വെടിനിർത്തൽ, സാഹോദര്യം തുടങ്ങിയ വാക്കുകളൊക്കെ വെറും പൊയ്വാക്കുകളാണ്. വഞ്ചനയും യുദ്ധതന്ത്രവും മാത്രമായി അതിനെ നോക്കിക്കാണുക എന്നും നിലവിലെ ഇന്ത്യ പാക് സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ BLA അത് ഇന്ത്യയെ തന്നെ ഓർമ്മിപ്പിക്കുകയാണ്. സ്വതന്ത്ര ബലൂചിസ്ഥാനായി ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളുടെ ഇടപെടൽ BLA ആവശ്യപ്പെടുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. ഇന്ത്യയിൽ നിന്നും രാഷ്ട്രീയ, നയതന്ത്ര, പ്രതിരോധ പിന്തുണ കിട്ടിയാൽ പാകിസ്ഥാനെ ഈ ഭൂമുഖത്ത് നിന്ന് തന്നെ ഇല്ലാതാക്കി തരുമെന്നാണ് BLA പറയുന്നത്. അതായത് ഒരു യുദ്ധപ്രഖ്യാപനം ഉണ്ടായിക്കഴിഞ്ഞാൽ BLAയോടൊപ്പം കൈകോർക്കാൻ ഇന്ത്യ തയ്യാറായാൽ പാകിസ്ഥാൻ എന്ന രാജ്യത്തെ തന്നെ ചുട്ടിരിക്കുമെന്നാണ് BLA വ്യക്തമാക്കുന്നത്. പാകിസ്ഥാന്റെ ഗതി ശ്രദ്ധിക്കപ്പെട്ടില്ല എങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും BLA മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. ശത്രുക്കളെ നശിപ്പിക്കുന്നത് മാത്രമായിരുന്നില്ല പാകിസ്ഥാൻ സൈന്യത്തിനെതിരായി നടത്തിയ ആക്രമണങ്ങളുടെ ലക്ഷ്യം, മറിച്ച് സൈനിക ഏകോപനം, കരനിയന്ത്രണം, പ്രതിരോധ ശേഷി എന്നിവ കൂടി പരീക്ഷിക്കുകയാണ് ഇത്തരത്തിൽ BLA ചെയ്തതെന്നാണ് നമുക്ക് വ്യക്തമാക്കാൻ കഴിയുന്നത്. പാകിസ്ഥാനെ ഇനിയും സഹിക്കുകയാണെങ്കിൽ ഇനിയുള്ള വർഷങ്ങളിൽ ഈ രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പ് തന്നെ ലോകത്തിന് മുഴുവൻ നാശമുണ്ടാക്കാൻ, ലോകത്തിൻ്റെ തന്നെ നാശത്തിലേക്ക് ഒരുപക്ഷെ നയിച്ചേക്കാം. മതഭ്രാന്ത് പിടിച്ച സൈന്യത്തിന്റെ കൈവശമുള്ള ആണവായുധങ്ങളുടെ നിയന്ത്രണം ഈ മേഖലയ്ക്കെന്നല്ല ആഗോള സുരക്ഷയ്ക്ക് തന്നെ എല്ലാ കാലവും ഭീഷണിയാണ്. ഇങ്ങനെ ഭീഷണി മുഴക്കുന്ന, എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാവുന്ന ഒരു ടൈം ബോംബായി പാകിസ്ഥാൻ മാറുന്നു. പാകിസ്ഥാൻ ഭരണകൂടവും സൈന്യവും അധമരാഷ്ട്രവും മാറുന്നുവെന്നാണ് BLA പറയുന്നത്. ബലൂചിസ്ഥാനിലെ കുഴപ്പങ്ങൾക്ക് പിന്നിൽ ഇന്ത്യയാണെന്ന് പാകിസ്ഥാൻ ശക്തമായി തന്നെ ആരോപിക്കുന്നുണ്ട്. എന്നാൽ പാകിസ്ഥാൻ വാദങ്ങളെ പൂർണ്ണമായും BLA അടക്കം തള്ളിക്കളയുകയാണ്. ഏതെങ്കിലും രാജ്യത്തിന്റെ നിർദ്ദേശമനുസരിച്ച് തങ്ങൾക്ക് പ്രവർത്തിക്കേണ്ടതില്ല. തങ്ങളുടെ മേഖലയിലെ ഇപ്പോഴുള്ളതും ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്നതുമായിട്ടുള്ള സൈനികവും രാഷ്ട്രീയവുമായിട്ടുള്ള നയരൂപീകരണത്തിൽ തങ്ങൾക്ക് വ്യക്തമായ സ്ഥാനമുണ്ട്, വളരെ വ്യക്തമായ ദീർഘവീക്ഷണമുണ്ടെന്നാണ് BLA പറയുന്നത്. തങ്ങൾക്ക് ഒരൊറ്റ ലക്ഷ്യം മാത്രമാണ്, ആ മേഖലയിലെ ഭീകരവാദത്തെ പൂർണ്ണമായും അവസാനിപ്പിക്കണം. ആഗോള സുരക്ഷയ്ക്കും പ്രത്യേക രാഷ്ട്രമെന്ന ബലൂചികളുടെ ആവശ്യവും സാധ്യമാക്കാൻ ഇതിലൂടെ മാത്രമേ സാധിക്കൂ. ഏതെങ്കിലും ഒരു ശക്തിയുടെയോ രാജ്യത്തിൻ്റെയോ പ്രോക്സിയായി പ്രവർത്തിക്കുന്നവരാണെന്ന് പറയുന്ന ആ ആരോപണത്തെ പൂർണ്ണമായും ശക്തമായും തങ്ങൾ എതിർക്കുന്നുണ്ട്. ബലൂച്ച് ദേശീയ പ്രതിരോധ സംവിധാനം ബലപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. BLA കാലാളോ നിശബ്ദ നിരീക്ഷകനോ അല്ല. ഈ പ്രദേശത്തിൻ്റെ ഭാവിയിൽ നമുക്ക് അവകാശപ്പെട്ടൊരു സ്ഥാനമുള്ള വ്യക്തികളാണ്.
നമ്മുടെ കടമയെക്കുറിച്ച് വ്യക്തമായ അവബോധവുമുണ്ട്. പാകിസ്ഥാനിൽ നിന്നുള്ള സമാധാന വെടിനിർത്തൽ ചർച്ചകളൊക്കെ തന്നെ വെറും കൊള്ളരുതായ്മകളാണ്. കൈകളിൽ രക്തം പുരണ്ട നാട് ലോകത്തിൽ നിന്ന്, പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്ന് രാഷ്ട്രീയ നയതന്ത്ര പ്രതിരോധ പിന്തുണ കിട്ടിയാൽ നമുക്കൊരുമിച്ച് ഈ തീവ്രവാദ രാഷ്ട്രത്തെ ഇല്ലാതാക്കാം എന്നാണ് അവർ അഭ്യർത്ഥിച്ചിരിക്കുന്നത്. അതേസമയം വെടിനിർത്തലിന് ശേഷവും പാകിസ്ഥാൻ പ്രകോപനം തുറന്നു കഴിഞ്ഞാൽ അതിശക്തമായി തന്നെ തിരിച്ചടി നൽകണമെന്നും അങ്ങനെ തിരിച്ചടി നൽകാനായി സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യവുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയിരിക്കുന്നത്. അതിർത്തിയിൽ വെടിവെപ്പുണ്ടായാൽ മറുപടി വെടിവെപ്പ് തന്നെ ആയിരിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിച്ചിട്ടില്ല എന്ന് സൈന്യവും പറയുന്നു. അപ്പുറത്തു നിന്നും ബുള്ളറ്റുകൾ വന്നാൽ തിരിച്ച് ഷെല്ലുകൾ അയക്കാനാണ് പ്രധാനമന്ത്രി സൈന്യത്തിന് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം. ഭീകര ശൃംഖലകൾക്ക് താവളവും സഹായവും പാകിസ്ഥാൻ നൽകി വരികയാണെന്ന് അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യ ഉന്നയിക്കും. തെളിവ് സഹിതം ഇന്ത്യക്ക് സമർപ്പിക്കാൻ കഴിയും. സംഘർഷം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് വിളിച്ചപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും ആക്രമണം ഉണ്ടായാൽ അതികഠിനവും വിനാശകരവുമായ തിരിച്ചടി ഇന്ത്യ നൽകുമെന്നാണ് പ്രധാനമന്ത്രി മറുപടിയായി പറഞ്ഞത്. അന്ന് രാത്രി പാകിസ്ഥാൻ ഇന്ത്യയിലെ 26 കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചപ്പോൾ പാകിസ്ഥാന്റെ വ്യോമതാവളങ്ങളടക്കം ഇന്ത്യ തകർത്തു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ധാരണയിലെത്തുന്നതിൽ അമേരിക്കയുടെ പങ്കിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇന്ത്യയുടെ തീരുമാനങ്ങളെ മറ്റൊരു രാജ്യവും സ്വാധീനിക്കില്ല എന്നാണ് മോദിയും പറയുന്നത്. അതുകൊണ്ട് അപ്രകാരം ഭയപ്പെടേണ്ടതില്ല. ഇന്ത്യയുടെ സൈനിക ശക്തിയിൽ, കരുത്തിൽ 100% വിശ്വാസം തന്നെയാണ് നമുക്ക് ഏവർക്കുമുള്ളത്. അതുപോലെ തന്നെ 2025 പുറത്തിറങ്ങിയ അന്താരാഷ്ട്ര സൈനിക ശേഷി പട്ടിക അനുസരിച്ചുകൊണ്ട് തന്നെ ലോകത്തിലെ 4ാമത്തെ സൈനിക ശക്തി ഇന്ത്യയാണ്. ആ സ്ഥാനത്ത് പാകിസ്ഥാൻ 12ാമതാണ്. ആണവ പോർമുനകൾ വഹിക്കുന്ന മിസൈലുകളുടെ ശേഷിയിലടക്കം ആണവായുധങ്ങളുടെ കരുത്തിലും ഇന്ത്യ തന്നെയാണ് മുൻപന്തിയിൽ. പാകിസ്ഥാൻ സൈന്യവുമായി താരതമ്യം ചെയ്യുമ്പോൾ സൈനികരുടെ എണ്ണത്തിൽ 3 ഇരട്ടി അംഗബലമാണ് ഇന്ത്യൻ സൈന്യത്തിനുള്ളത്. 2024 കണക്ക് മാത്രമൊന്ന് പരിശോധിക്കാം. അതനുസരിച്ച് ഇന്ത്യൻ കരസേനാംഗങ്ങളുടെ എണ്ണം 12,40,000 ആണെങ്കിൽ പാകിസ്ഥാന് കേവലം 6,60,000 ഇന്ത്യൻ വ്യോമസേനയുടെ അംഗബലം 1,49,000 ആണെങ്കിൽ പാകിസ്ഥാന് അതിൻ്റെ നേർപകുതി 70,000 മാത്രമാണുള്ളത്. ഇന്ത്യൻ നാവികസേനയുടെ കരുത്ത് 75,500 ആണെങ്കിൽ പാകിസ്ഥാന് 30,000 മാത്രമേ ഉള്ളൂ. സൈനിക വിമാനങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യയുടെ ശേഷി പാകിസ്ഥാനുള്ളതിൻ്റെക്കാൾ 2 ഇരട്ടിയുണ്ട്. 2,229 സൈനിക വിമാനങ്ങൾ ഇന്ത്യക്കുള്ളപ്പോൾ പാകിസ്ഥാന് കേവലം 1,399 വിമാനങ്ങളാണുള്ളത്. യുദ്ധവിമാനങ്ങളുടെ എണ്ണത്തിലും ഇന്ത്യക്ക് തന്നെയാണ് മുൻതൂക്കം. ഇന്ത്യയുടെ കൈവശം 513 യുദ്ധവിമാനങ്ങൾ ഉള്ളപ്പോൾ പാകിസ്ഥാന് 328 യുദ്ധവിമാനങ്ങൾ മാത്രമേ ഉള്ളൂ. ഹെലികോപ്റ്ററുകളുടെ എണ്ണത്തിലും ആക്രമണം നടത്താൻ ശേഷിയുള്ള ഹെലികോപ്റ്ററുകളുടെ എണ്ണത്തിലും പാകിസ്ഥാനേക്കാൾ ഏറെ മുന്നിൽ തന്നെയാണ് ഇന്ത്യ ഉള്ളത്. 899 ഹെലികോപ്റ്ററുകൾ ഇന്ത്യക്കുള്ളപ്പോൾ പാകിസ്ഥാന് കേവലം 373 മാത്രമാണുള്ളത്. ലോജിസ്റ്റിക് മൂവ്മെൻറ്റിനായി ഉപയോഗിക്കാൻ കഴിയുന്ന വിമാനത്താവളങ്ങളുടെ എണ്ണത്തിലും ഇന്ത്യ തന്നെയാണ് മുന്നിൽ. 311 വിമാനത്താവളങ്ങളുള്ളപ്പോൾ പാകിസ്ഥാന് കേവലം 116 മാത്രമാണുള്ളത്. ടാങ്കുകളുടെ എണ്ണത്തിലും കരുത്ത് ഇന്ത്യ തന്നെ പ്രകടിപ്പിക്കുന്നു. 4,201 ടാങ്കുകളുണ്ട്. പാകിസ്ഥാന് കേവലം 2,627 ടാങ്കുകൾ മാത്രം.